ലോക ബഹിരാകാശ വാരാചരണത്തിന്റെ ഭാഗമായി ISROയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ചിരുന്ന സ്പേസ് എക്സ്പോ പ്രദർശനത്തിന് തുടക്കമായി. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ബഹിരാകാശ വിസ്മയങ്ങളെക്കുറിച്ചും സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകും വിധം ഒരുക്കിയിരിക്കുന്ന പരിപാടി മുൻ ISRO ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 4 മുതൽ 10 വരെ നടക്കുന്ന ലോക ബഹിരാകാശ വാരാചരണത്തിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ സ്പേസ് എക്സ്പോ പ്രദർശന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്രബോധവും ബഹിരാകാശത്തെക്കുറിച്ചുള്ള അന്വേഷണ ത്വരയും വളർത്തുകയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മനുഷ്യ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളും ആളുകളെ ബോധ്യപ്പെടുത്തും വിധമാണ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. ബഹിരാകാശ ഗവേഷണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ രാജ്യത്തെ ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ആ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനൊപ്പം പുതിയ കണ്ടെത്തലിലേക്ക് വഴി തുറക്കുകയാണ് പുതുതലമുറയുടെ വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ യുവ ശാസ്ത്രജ്ഞന്മാർക്കുള്ള ചാലഞ്ച് എങ്ങനെ ആറിൽ നിന്ന് നമ്മൾ ഉയർന്ന് മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതാണ് ഭാവിയിലുള്ള നമ്മുടെ ആൾക്കാർക്കുള്ള ഒരു ചാലഞ്ച്. ഇന്ത്യയെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. കൊച്ചി എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ആകാശവിസ്മയ കാഴ്ചകൾ കാണാൻ ആദ്യ ദിനം തന്നെ ശാസ്ത്ര കൗതുകികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. റിപ്പോർട്ടർ, കൊച്ചി.